അഖനൂർ സായുധ സേന വെറ്ററൻ ദിനത്തിൽ പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി ഇന്ത്യ ഭീകരന്മാരിൽ, അതായത് കാശ്മീരിൽ എത്തിയിട്ടുള്ള ഭീകരന്മാരിൽ 80% പാകിസ്ഥാനിൽ നിന്നാണ് വരുന്നത്. പാക് അധിനിവേശ കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഭീകരപ്രവർത്തനമാണ്. അവിടെ ഇപ്പോഴും ലോഞ്ച് പാഡുകൾ സജീവമാണ്. ഒപ്പം തന്നെ ഭീകരർക്ക് ട്രെയിനിങ് നൽകുന്ന ഇടങ്ങളും അവിടെയുണ്ട്. ഇവർക്കെതിരെ നടപടിയെടുക്കുകയോ ഇല്ലെങ്കിൽ അത് നിർത്തുകയോ ചെയ്തില്ല എങ്കിൽ എന്തു ചെയ്യണം എന്ന് ഇന്ത്യക്കറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു ശക്തമായ മുന്നറിയിപ്പ്, ഒരുപക്ഷെ അതിർത്തി കടന്ന് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കിന് സമാനമായ രീതിയിലുള്ള ഒരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അദ്ദേഹം പറയുന്നത് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ശ്രമം നടക്കുന്നു. അവിടുത്തെ ജനങ്ങൾ ഇന്ത്യയോടാണ് കൂറ് കാണിക്കുന്നത്. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്, ജമ്മു കാശ്മീരിൻ്റെ ഭാഗം തന്നെയാണ്. അവിടെയാണ് ഈ അതിർത്തിക്ക് സമീപം, അതായത് നിയന്ത്രണ രേഖയ്ക്ക് അടുത്തുപോലും ലോഞ്ചിങ് പാഡുകൾ കൊണ്ടുവച്ചുകൊണ്ട് ഭീകരവാദ കേന്ദ്രങ്ങൾ POKയിൽ തുറന്നുകൊണ്ട് പാകിസ്ഥാൻ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ഉടനടി അവസാനിപ്പിച്ചില്ല എങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇന്ത്യക്ക് അറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാശ്മീരിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, രജൌരി ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഒരു കുഴിബോംബ് സ്ഫോടനത്തിൽ 6 സൈനികർക്ക് പരിക്കേറ്റു. കുഴിബോംബിന് മുകളിലൂടെ നടന്നു നീങ്ങുകയായിരുന്ന ഒരു സൈനികൻ അബദ്ധത്തിൽ അതിൽ ചവിട്ടിയപ്പോഴാണ് അപകടം ഉണ്ടായതെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇത് സൈന്യം തന്നെ അതിർത്തികളിൽ സ്ഥാപിച്ചിട്ടുള്ള കുഴിബോംബ് ആണ്. അത് ഈ കനത്ത മഴയിൽ ഇതിൻ്റെ സ്ഥാനം തെറ്റി പലപ്പോഴും അപകടം ഉണ്ടാകാറുള്ളതായിട്ടാണ് ഇതിൻ്റെ പത്രക്കുറിപ്പിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.